ഹലോ മക്കളെ, മമ്മി ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. വീഡിയോ എന്ന് വെച്ചാൽ അധികം വലിയ ഇതൊന്നുമല്ല. ഞങ്ങള് മമ്മിക്ക് ഇതുപോലത്തെ ഉടുപ്പ് ഒരു 2-3 തയ്ച്ച് അതും, പിന്നെ അമ്മൂസ് മമ്മിക്ക് ഒരു ചുരിദാർ ടോപ്പ് അടിച്ചു തന്നതും, പിന്നെ അമ്മുദേ ഇട്ടേക്കണ ഉടുപ്പ്, അമ്മുത് ഇട്ടേക്കണ ഉടുപ്പ് ഫസ്റ്റ് ട്രൈ. പിന്നെ മീഷോന്ന് ഞങ്ങളുടെ ഓരോ ജോഡി, ഈ 2 ജോഡി ചുരിദാർ ഒരേപോലത്തെ വാങ്ങിച്ചു. അപ്പൊ അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ പറയാലോ എന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പൊ അതേ അമ്മൂന്ന് എനിക്ക് കാണിച്ചു കൊടുത്തേ. അമ്മു, ഇത് അമ്മു തയ്ച്ചതാണ്. വീനക്ക് വെച്ചിട്ട് ഇവിടെ ഫ്രില്ല്, ഇവിടെ ഫ്രില്ല്, ഇവിടെ ഫ്രില്ല് വെച്ചിട്ട് അടിയിൽ ഫ്രില്ല്, ബാക്കിൽ വള്ളി വെക്കണമെന്ന് കരുതി തുണി തികഞ്ഞില്ല. പക്ഷെ അപ്പൊ അതങ്ങനെ തയ്ച്ച്. പിന്നെ അതെ മമ്മിക്ക് അമ്മ ഒരു ടോപ്പ് അടിച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നല്ല കോട്ടന്റെ ലൈനിങ് ഇല്ലാണ്ട് ചുരിദാർ ടോപ്പ് അടിച്ചത് നല്ല സുഖോടെ ഇട്ടോണ്ട് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ ഇങ്ങനെ ഇറങ്ങി വരെയും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് നല്ല അങ്ങനെ. അപ്പൊ അത് 2 മമ്മിക്ക് അടിച്ച് തന്ന അമ്മു. പിന്നതെ മമ്മി ഇവിടുത്തേക്കണ ഉടുപ്പ് ഇത് കാണിച്ചതാണ് കേട്ടാ. എൻ്റെ പള്ളിയുടെ കുരിശുപള്ളിയുടെ അവിടെ നിർമ്മൽ ഷൈനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മമ്മി 3 ഉടുപ്പ് തയ്പ്പിച്ച് 1380 രൂപ. ആള് തന്നെ തുണിയെടുത്ത് ആള് തന്നെ അടിച്ചു തന്നതാ. മോനെ കാണിക്കാടി, പൊന്നിനെ കാണിക്കാടി. അപ്പൊ ഇതൊരു ഉടുപ്പ് ദേനാ ദേ ഇങ്ങനെയാണ്, ബാക്കിൽ ഫ്രില്ലില്ല. അതൊരു ഉടുപ്പ്. പിന്നെ ഉടുപ്പുകൾ പരിചയപ്പെടുത്താം. കളറ് കോമ്പിനേഷൻ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ, നല്ല തയ്യലും ഉണ്ട്. കളർ ഇളകണില്ല, നല്ല ഇറക്കമുണ്ട്, നല്ല ഡിസൈനുകളും ഇതുപോലെ തന്നെയാണ് മറ്റേതും അടിച്ചേക്കുന്നത്. അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതും വീഡിയോയിൽ കണ്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോയി. ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ ആള് തന്നെ തുണിയെടുത്ത് അടിച്ചത് 1380 രൂപ. അത് വലുതായിട്ട് എനിക്ക് തോന്നണില്ല, നോർമൽ റേറ്റ് ഒക്കെ ഉള്ളൂ. നല്ല ഇതാ, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ് അടിച്ചേക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ 3 പിന്നെ മീഷോന്ന് ഞങ്ങളുടെ ഒരുപോലത്തെ ഇത് കണ്ടിട്ട് എടുത്തതാണ്. നല്ല സൂപ്പർ ഡ്രസ്, അടിപൊളിയായിട്ടത് ഇടാനും സുഖമാണ്, നല്ല ഡിസൈൻ, നല്ല ഇത് എന്തിട്ടാണ് മോളെ, എന്തിട്ട് ഇതിനെ പറയൂല ഒരു തുണി, ഈ തളർന്ന് കിടക്കണ സൈസ് റോക്കോട്ടനാ, അങ്ങനത്തെ തുണിയാണ്. ഇതേ ഇവിടെയും കൈമൊക്കെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് കേട്ടോ, നല്ല വർക്ക് ഉണ്ട്. ഇതിന് വില എത്രയെന്ന് വെച്ചാ 546 രൂപ. രണ്ടെണ്ണത്തിനും കൂടി 546 രൂപയും. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാനും രസമുണ്ട്. അതെന്റെ ഇതമ്മൂന്റെ, ഞാനിതിട്ടുണ്ട് പോയിട്ട് ജോലിക്ക് പോയിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് വേറൊരു കൂട്ടരും കൂടി അത് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഇതേ ഈ നല്ല കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എംബ്രോയിഡറി, നല്ല എംബ്രോയിഡറി. ഇത് ഫ്രണ്ടും 206 റേറ്റിന് വരുമ്പോ ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാ കേട്ടാ, ഇഷ്ടപ്പെട്ട്. പിന്നെ ഒരെണ്ണം കൂടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതും ഒരേപോലെ ആട്ടാ. ഞങ്ങൾ പിന്നെ ഒരുപോലത്തെയാണ് മേടിക്കണേ. അപ്പൊ ഇതും കൂടി ഞങ്ങൾ മേടിച്ച്. പക്ഷെ ഇത് എന്താ പറയാ, കളർ വലിയ സുഖമില്ലാണ്ടായി പോയി. സുഖമില്ലാണ്ടെന്ന് പറയുന്നത് കൈയില്ലാത്തത് തന്നെയാണ് കണ്ടേക്കണേ. ഇപ്പൊ മമ്മിക്ക് കൈ വെച്ചെടുക്ക എന്നുള്ള ഇതിലാണ് മേടിച്ചത്. ഇത് കളറ് ഞങ്ങ ഈ പച്ച വരൻ്റെ കൊടുത്ത് പറഞ്ഞിരുന്നത്, വെള്ളയും വയലറ്റും. പക്ഷെ ഞങ്ങക്ക് കിട്ടിയതായിരുന്നു. പിന്നെ ഞാൻ 3XL പറഞ്ഞേക്കണേ, 3XL ഇതിനകത്ത് എഴുതി കാണിച്ചേക്കണേ. പക്ഷെ 3XL മേടിച്ച എനിക്ക് നല്ല ചെറുന്നൂറ് ഷേപ്പ് ചെയ്ത് എടുക്കാം. പക്ഷെ ഇത് അങ്ങോട്ട് കറക്റ്റ് അമ്മൂന് നല്ല കുറയ്ക്കാനുണ്ട്. ഷേപ്പ് ചെയ്ത് ആള് കൈയില്ലാണ്ട് തന്നെ ഇടാന്ന ഉള്ള ഇതിലാ. മമ്മിക്ക് കൈ വെച്ചെടുക്കണം. അപ്പൊ അങ്ങനെ കണ്ടത് അതത്ര സൂപ്പറായില്ല. കളറ് നമുക്ക് വയലറ്റ് ഒന്നും കൂടി നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് കളറ് കുഴപ്പമില്ല, ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് നല്ല മാച്ചിങ്. അമ്മൂന്ന് ഇട്ട് നോക്കി. അപ്പൊ ആ പേപ്പർ എടുത്ത് മാറ്റുവാനായിരിക്കും ഒച്ചേക്കും. ഇട്ട് നോക്കിയായിരുന്നു. അപ്പൊ കളറ് കൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ നമ്മ പറഞ്ഞ കളറല്ല കിട്ടിയത്, അതില് അളവിലും വ്യത്യാസമുണ്ട്. പിന്നെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഇത് അതന്നെ എത്രയാണ് രണ്ടും കൂടി 215 രൂപ ഒരെണ്ണത്തിനായിട്ടുള്ളൂ. 430 രൂപ.
ഇത് കേട്ടാ, ഇത് 430, മറ്റേത് 500, രണ്ടെണ്ണത്തും കൂടെ 549, രണ്ടെണ്ണത്തിനും കൂടി. അങ്ങനെ അത് ബുക്ക് ചെയ്ത് മേടിച്ച് പിന്നെ ആള് തയ്ച്ച് തന്നു. എനിക്കൊരു ടോപ്പ് അടിച്ചു തന്നു. ആള് ചുരിദാർ ഇത് അടിച്ചത് ഇഷ്ടമായോ എന്ന് പറഞ്ഞോളൂ കേട്ടാ, എങ്ങനെയുണ്ടെന്ന്. ഞാൻ എനിക്ക് അറിയണ പോലെ ഒക്കെ ചെയ്ത് ഒരു ദിവസം വേണ്ടി വന്നില്ല, കുറച്ച് നേരം കൊണ്ടപ്പോഴത്തേക്കും സെറ്റായി സാധനം. സമയം കിട്ടണല്ലോ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ആള് ടപ്പെന്ന് അടിച്ചെടുക്ക. ഒരു ദിവസം കൊണ്ടല്ല, 2 പ്രാവശ്യം ആയിട്ടിരുന്നാണ് ഇത് അടിച്ചെടുത്തത്. ഒരു ദിവസം വെച്ച് പിന്നെ അടിച്ചെടുത്ത്. അപ്പൊ ഭംഗിയിലായിട്ടുണ്ട്, ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ നല്ല എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പൊ ഒരു തോർത്തുമുണ്ട് മേടിച്ചാൽ തന്നെ അടിക്കാണ്ട് ഇങ്ങനെ നൂല് വലിഞ്ഞാണ് എടുക്കണേ. പക്ഷെ അത് അടിച്ചു കഴിയുമ്പോ നമുക്ക് ആ നൂല് വലിയണില്ല, നല്ല ഇതായിട്ട്. അപ്പൊ അതടിക്കാൻ തന്നെ ഒരു ഇത്. പിന്നെ ഡയറിക്ക് മുണ്ട് മേടിച്ച അതിന്റെ അരുവൊക്കെ അടിക്കണം. അപ്പൊ അതൊക്കെ അടിക്കാല. എന്തായാലും എല്ലാ വീട്ടിലും വേണം അത്യാവശ്യം ഷേപ്പ് അടിക്കാനൊക്കെ ആയിട്ടും. എന്തായാലും ഡ്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് അടിക്കണം. അപ്പൊ 3000 രൂപ മേടിച്ചത് സെക്കൻഡ് ഹാൻഡ് ആണ്. എന്നാലും നല്ല മെഷീനാണ്. അത്യാവശ്യം ഇപ്പൊ ഒരു ടോപ്പ് അടിച്ചെടുത്ത്, ഒരു ഉടുപ്പ് അടിച്ചെടുത്ത്, അത് സമയം ഉണ്ടെങ്കിലൊക്കെ അടിച്ചെടുക്കാൻ കുഴപ്പമില്ല. ഇനിയിപ്പോ ബർത്ത്ഡേയുടെ അടിക്കോ? ബർത്ത്ഡേയുടെ അല്ല, വെഡിങ് ആനിവേഴ്സറി ചുരിദാർ അടിക്കോ? അയ്യോ വേണ്ട, അത് പുതിയതാണ്. ഇത് നമുക്ക് ആരതിനകത്തങ്ങ് അടിച്ചതാണ്. ഒരാൾ ഇത്ര വർത്താനമൊക്കെ കഴിഞ്ഞ് കിടക്കണോ, ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ കിടക്കണത്. എന്നോട് എടുക്കാൻ പറഞ്ഞു. കണ്ണൊക്കെ ഉറക്കം വന്നിട്ട് തൂങ്ങിയിരിക്കണ. കുളിയൊക്കെ കഴിഞ്ഞതാണേ. കുളി 1.5 വിട്ട് അല്ലെങ്കിൽ 2 ദിവസം എത്തും. 1.5 വിട്ട് അല്ലെങ്കിൽ 2 ദിവസം എത്തി കുളിപ്പിക്കും. അപ്പൊ ഇന്നിപ്പോ കുളി കഴിഞ്ഞിട്ട് കിടക്കണേന് ആള് ഉഷാറായിട്ട് കിടന്ന് ഉറങ്ങേണ്. ഇനിയിപ്പോ ഈ ഉറങ്ങുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാരും കിടന്നു കഴിഞ്ഞാൽ ആൾ ഫുൾ അലേർട്ട് ആയിക്കൂട്ടോ. എവിടെയാണ് എന്താണ് ശബ്ദം? അവിടെ ആ മുറിയിലാണ് ഞാൻ കിടക്കണത്. അവിടെ ആ മുറിയിലാണ് ഞാൻ കിടക്കണേ. അവിടെ തന്നെ ഇവന്റെ കൊട്ടയം വെച്ചിട്ടുണ്ട്. അതിലൊന്നും കിടക്കൂല. അതിൽ കിടക്കുന്നത് തക്കു. ഇവൻ എന്റെ കട്ടൽമേലാണ് കേറി കിടക്കണേ. ചെക്കൻ അങ്ങനെ കട്ടൽമേൽ കേറി കിടക്കും. പിന്നെ അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങള്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയില്ലേ? കാണിക്കണൊന്നുമില്ല, അല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. കാലത്ത് മീൻ ചേച്ചിനോട് 1/2 കിലോ കറുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പം എന്ത് ചെയ്യും, അത് കറി വയ്ക്കുക എന്നുള്ളതിലിരിക്കുമ്പോൾ പിന്നെ ഞാൻ ചിക്കൻ വിളിച്ച് പറഞ്ഞു ചിക്കൻ കൊണ്ടുവന്ന് തന്നു. അപ്പോഴാണ് ഇന്ന് സ്വപ്നയുടെ വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്നയുടെ ചാനൽ കണ്ടേ ഞാൻ. അതില് സ്വപ്ന ചിക്കൻ 65 ഉണ്ടാകും. അതും ആളുടെ ഒരു രീതി ആട്ടാ, പക്ഷെ അടിപൊളിയാണ്. പക്ഷെ സൂപ്പർ സംഭവം. കുറച്ച് അധികം വലിയ പണിയൊന്നും പണിയൊന്നുമില്ല. അത് വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്നയിൽ കയറി നോക്കി കഴിഞ്ഞാ ഇന്ന് ഇട്ടേക്കണ വീഡിയോ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ഇട്ടേക്കണ വീഡിയോയിൽ കാണാൻ ആൾ ഇട്ടേക്കണത് സൂപ്പറായി. ഇതിന് ഓയിലിനൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി. മമ്മിക്ക് മൂക്കിന് മണവും ചൊകയൊന്നും കിട്ടണില്ല മക്കളെ. അത് കാരണം എനിക്ക്. പക്ഷെ അമ്മ പറയുന്നത് നല്ല അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളകൊക്കെ ഇട്ടാണേ. അപ്പൊ അതിന്റെയൊക്കെ ഫ്ലേവറുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. റോയയും ചോറ് തിന്നില്ല, അതിന് 3-4 ലക്ഷം എടുത്ത് കഴിച്ചിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അങ്ങനെ ചെയ്യാട്ടോ. നല്ല അത് നല്ല കഷ്ണമായിരിക്കണം, എല്ല് കഷ്ണമൊന്നും പാടില്ല. അപ്പൊ നല്ല കഷ്ണം ഇട്ട് കട്ട് ചെയ്ത് വറുത്തൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ. പിന്നെ അതേ മമ്മിയുടെ ഈ ആഴ്ചത്തെ നെയിൽ ആർട്ട് ഇട്ടപ്പോ ഇങ്ങനെയായി. അല്ല ഇങ്ങനെ ഇട്ടത്. ഇത് ഭംഗിണ്ടാന്ന് പറഞ്ഞോളൂ കേട്ടാ. കളർ കോമ്പിനേഷൻ അടിപൊളിയല്ലേ, മെറൂണും വൈറ്റും. കേറി പിടിച്ചല്ല, അത് അങ്ങനെയാണ് ഇടാ. കേറി പിടിച്ചിരിക്കണ എന്തെന്നാ പൊന്തിരിക്കണാണ് ഉദ്ദേശിച്ചത്. ഇതായിരിക്കും. അയ്യോ തൊടല്ലേ, ഈ താഴേക്കൊക്കെ വന്നാണ് ഉദ്ദേശിച്ചത്. അത് സാരില്ല, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മ ഇത്ര പ്രായമായില്ലടാ. അല്ല പിന്നെ നിക്ക് കട്ടയില്ലേ നീ? 1-2 പേര് ഈ എന്തുട്ടാണ് മമ്മിനെ ബെല്ലക്കുട്ടി എന്ന് പറഞ്ഞോണ്ട് വിളിക്കണത്? ബിന്ദു പോൾ. അത് എനിക്ക് മനസ്സിലാകണില്ല കേട്ടടാ, ആരാണെന്ന് വെച്ചാ ഒന്ന് ഇങ്ങനത്തെ കമന്റ് എഴുതുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ എന്തിട്ടിലാണ്, ബർത്ത്ഡേ ഡേയിലാണാ
പ്രജിത്ത് പ്രവീൺ വെഡിങ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി ഡേയില് കൊറേ കൊറേ കമന്റ് ഇട്ടിട്ടുണ്ട്. അനുമോൾ എന്നാ കണ്ട പേര് അല്ലേ? പ്രജിത്ത് പ്രവീൺ മോന്റെയാണ്. അമ്മയുടെ പേര് അനൂന്നാണ്. അപ്പൊ ആ മോൾക്ക് ഒരു ഹായ്. പിന്നെ കേക്കിന്റെ ഫ്ലേവർ എന്തായിരുന്നു ചോദിച്ചിരുന്നു. വാനില കേക്ക് ആയിരുന്നു കേട്ടാ. വാനില കേക്ക് സൂപ്പർ കേക്ക് ആയിരുന്നു. കാണാനും തന്നെ ഒരുപാട് പർപ്പിൾ കളറ് നല്ല സൂപ്പർ ആയിരുന്നു. സൂപ്പർ കേക്ക് ആയിരുന്നു. പിന്നെ അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങള്. ഇനി എല്ലാവരും വിഷസ് കേട്ടപ്പോ ഒരുപാട് എല്ലാവരും അതെന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് 29 കൊല്ലത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് അതൊരു രാരി നിക്കണില്ല എന്ന് പറഞ്ഞതാണ്. നിർത്തി എടുത്തു കഴിഞ്ഞപ്പോ രാരി ഞാൻ പറഞ്ഞില്ലേ ബോംബെയില് ഡ്രൈവറായിരുന്നു. അപ്പൊ അവിടുത്തെ മുതലാളിക്കൊക്കെ ഇന്ന് അവിടുത്തെ കൂട്ടുകാരന് മുതലാളിക്കൊക്കെ വാട്സാപ്പിൽ ഇത് അയച്ചു കൊടുത്ത് അവര് കണ്ടു കഴിഞ്ഞിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇഷ്ടം പോലെ അയച്ചു. റോളുവിനെ കണ്ടപ്പോ ഇത് ഇവിടെ ഉള്ള പട്ടിക്കുട്ടി ഇവിടെ ഉണ്ടായ പട്ടിക്കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് അയച്ച്. പിന്നെ ഒരുപാട് പേര് ഇവിടെ അടുത്തുള്ളത് ഇതേ പ്രിൻസി പോൾസൻ ചേട്ടനും വെള്ളച്ചിറ്റയ്ക്കും വെഡിങ് ആനിവേഴ്സറി പറഞ്ഞേ താങ്ക് യു. അതേപോലെ ഒരുപാട് പേര് എല്ലാവർക്കും താങ്ക് യു. സ്നേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് അത് തന്നെ എല്ലാവർക്കും കേട്ടോ. ഒരാളെ പറയുമ്പോ പേരെടുത്ത് പറയാൻ നമുക്കാവില്ലല്ലോ. പറ്റുന്നവരോട് പറയണ്ട് പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും വെഡിങ് ആനിവേഴ്സറിക്ക് വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു. ഇനി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അല്ലേ? അമ്മൂസ് പറഞ്ഞു തുടങ്ങി. അതെ, ഞാൻ പറയണില്ല എന്ന് എനിക്കെന്നെ ഒരു പരാതി. അപ്പൊ അതെപ്പോഴൊന്നും വരില്ല കേട്ടോ. തോന്നുമ്പോ പറയും. അതങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് ആൾക്ക്. അതാണ് ഇന്ന് അടിപൊളി സന്തോഷത്തിലിരിക്കണം. അതാണ് ആള് ഇത്ര ആക്റ്റീവായിട്ട് പറയണേ. ഇനിയിപ്പോ സന്തോഷം എന്താണെന്നാവോ എന്ന് പറയും. കൺഫ്യൂഷനാവും. വേറെ സന്തോഷമൊന്നുമല്ല. മേടിച്ചു അത് മേടിച്ചു. ആളുടെ വള മാറ്റി മേടിച്ചതാണ്ട്. അല്ലാണ്ട് ഇതല്ല മക്കളെ. ആൾക്ക് വള ഇടണമെന്ന് താല്പര്യമില്ല. മമ്മി എനിക്ക് പാസരം മതി മമ്മി എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പാസരം ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ ഇന്ന് പോയി പാസരം മേടിച്ചു കൊടുത്തു. അതില് ഭയങ്കര ആള് വിചാരിക്കണ അതിലപ്പുറം മമ്മി ചെയ്യുന്നുണ്ടെന്നാണ് ആള് പറയണേ. അപ്പൊ അതിലൊരു സന്തോഷം. പറയണ്ട, എനിക്ക് വായുകൊണ്ട് പറയേണ്ട ആവശ്യം അതിപ്പോ ഇതൊന്നല്ല. എന്ത് കാര്യത്തിനാ എനിക്ക് പറയണ്ട. എന്തോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മമ്മി ഇങ്ങനെ തിരിച്ചു പറയും. മമ്മിക്ക് ഇതെങ്ങനെ മനസ്സിലായി? ആ സംഭവം എന്തൊരു ബോണ്ടിങ് ഞങ്ങൾ തമ്മിലുണ്ട് കേട്ടോ. ഇത് ഇപ്പം മുതലല്ല. ഞാനിവിടെ വന്നതിന് മുമ്പേ ഒരു 7 മാസത്തെ ഒരു പരിചയം എനിക്കും ഇവിടെ വന്നതിനും മമ്മിയായിട്ടുണ്ട്. അപ്പോഴായത് എല്ലാ ദിവസവും ഞങ്ങൾ ഫോൺ വിളിക്കുക 2 നേരം. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ച് മമ്മി നിങ്ങൾ തിരിച്ചു പറയാണ്. ആ സെയിം സംഭവം തന്നെ ഇപ്പൊ. അതാണ്. അപ്പൊ ആൾക്ക് വള ഇടണമെന്ന് താല്പര്യമില്ല. കല്യാണത്തിന് പിന്നെ അപ്പോഴത്തെ ആ ഒരു ഇതിലല്ലേ പാസറ അധികാരം ശ്രദ്ധിക്കില്ല. ആ ഒരു വെഡിങ്ങിന്റെ ഇതില് കല്യാണത്തിന് നമ്മ ഇടണ സ്വർണങ്ങൾ ഇട്ട് കയറുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങ വെള്ളുടുപ്പ് ഇടുമ്പോ വെള്ള കമ്മല്, വെള്ള നെക്ലസ്, അങ്ങനെ വള ഇല്ല. ഇത്രയും കൈയുള്ള ഉടുപ്പായതുകൊണ്ട് വള അങ്ങനെ ഇടലില്ല. വെള്ളക്കല്ലിന്റെ ആയിരിക്കും അന്ന് ഉപയോഗിക്കണേ. എന്നിട്ട് വീട്ടിൽ വന്ന് അതൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സ്വർണ്ണം ഇടാൻ. അപ്പൊ ആള് ഈ പറഞ്ഞ പോലെ വള മേടിച്ച് പാസരം അപ്പൊ മേടിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കറിയാം, എൻ്റെ ഉള്ളിലറിയാം ആഗ്രഹമുണ്ട്. ഓരോ പെൺപിള്ളേരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് മമ്മിക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, നമുക്ക് ആ വള മാറ്റി പാസരം മേടിക്കാന്ന് പറഞ്ഞു. മമ്മി ഇന്ന് പോയി പാസരം മേടിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചേ ഒരുപാട് നാളത്തെ ആഗ്രഹാട്ടാ. അത് ഞാൻ ഇപ്പൊ നടക്കുന്നൊന്നും വിചാരിച്ചില്ല. മമ്മി ഇന്നലെ ജസ്റ്റ് സൂചിപ്പിച്ചെങ്കിലും പക്ഷെ കിട്ടി സംഭവം. അങ്ങനെയൊക്കെയല്ലേ മക്കളെ അറിയണ ഒരിത്. അപ്പൊ ഞാൻ പിന്നെ ഒന്നും കൂടി ചോദിച്ചു. എന്നിട്ടാന്നറിയാമോ, മുക്കുത്തി ഉണ്ട്, വെള്ളിയുടെ കുഞ്ഞി പൊട്ട് മുക്കുത്തി പറഞ്ഞ മമ്മി മേടിക്കട്ടെന്ന് വെച്ചപ്പോ അതും പറഞ്ഞു. അപ്പൊ അതും അതാണ് സർപ്രൈസ് സന്തോഷം എന്ന് പറഞ്ഞത്. അതാണ്, വേറെ ഒന്നല്ല. അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഞങ്ങ നിർത്താൻ പോവുകയാണ്. അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ കാണാം നിങ്ങൾക്ക്. മിക്കവരും പറയുന്നുണ്ട് മമ്മി വീഡിയോ വന്നില്ലല്ലോ, ഇടണല്ലേന്ന്. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വീഡിയോ വരാത്തെ. അപ്പൊ എല്ലാവരും മമ്മിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കേ.